ഞങ്ങളിങ്ങനെ റിയാസ്കോട് പറയും, ഇതേ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കരുത്, തിരിഞ്ഞു തോന്നുന്നു പറയും. സെറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡയറക്ടറോട് പറഞ്ഞൂടെ എനിക്കും കൂടെ ഒരു റോളൊക്കെ താ ഞാനും ചെയ്യാന്നൊക്കെ? ഡയലോഗ് ഉള്ളത് മതി എന്ന് പറയും. വെറുതെ നിൽക്കാനാണെങ്കിൽ ഞാനില്ല, ഡയലോഗ് ഉള്ളത് വേണമെന്ന് പറയും. സ്കൂളിലൊക്കെ ചെന്നാൽ ചില പിള്ളേരൊക്കെ ഓടി വരും, ആൻറ്റി മറ്റേ അളിയൻസിലൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ ഇവൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാതൊക്കെ പോയി, ഞാൻ ഇവനെന്ത് ഇങ്ങനെ പോണ. ചിലപ്പോൾ ഇങ്ങനെ കമൻ്റൊക്കെ വായിക്കും. അപ്പോൾ ലില്ലി സൂപ്പർ കുറേ ഉണ്ടമ്മ അവന് എല്ലാം അവൻ്റെ അമ്മയാ. ചേച്ചി എന്നെ പറ്റി പറഞ്ഞു, ഇവള് ആരെങ്കിലും കൊന്നിട്ട് വന്നാൽ പോലും ഞാൻ ഇവളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. മഞ്ജു ചേച്ചിയായിട്ട് നിങ്ങൾ തമ്മിലിപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഭയങ്കര ഒരു ബന്ധമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഒരു ഇൻസിഡന്റ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആയത്, വഴിത്തിരിവായത് എവിടെ വെച്ചായിരുന്നു? ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കൂട്ടായി. കാരണം ഞാൻ അങ്ങനെ ഫസ്റ്റ് നമ്മൾ അളിയൻസിലേക്ക് വിളിച്ചപ്പോൾ തന്നെ ഇത്രയും ദിവസം മാറി നിൽക്കണം, കുഞ്ഞപ്പോൾ ചെറുതാണ്. എനിക്ക് ഫസ്റ്റ് കോൾ വന്നത് ചേച്ചിയുടെയാണ്. ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വാട്ടാ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ചേച്ചി ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്, ഒരു കുഴപ്പമില്ലടാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞ്. അപ്പം അന്നൊക്കെ ഞങ്ങൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീടൊക്കെ എടുത്ത് താമസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ വീടെടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ച് ഹോട്ടൽ വേണോ വീട്? അപ്പം ഞാൻ എനിക്ക് വേണ്ട, എനിക്ക് ചേച്ചിയുടെ കൂടെ. അതിപ്പോൾ ഞങ്ങളൊരു വീട് മാറിയപ്പോഴും എന്നോട് ചോദിച്ച് നിനക്കിനി ഹോട്ടലിൽ കംഫർട്ടബിളായിട്ട് അവിടെ നിൽക്കണോ? ഞാൻ വേണ്ട, എനിക്ക് ചേച്ചിയുടെ കൂടെ മതി, അല്ലാതെ എനിക്ക് വേറെ നിൽക്കണ്ട, എവിടെയാണെങ്കിലും ചേച്ചിയുടെ കൂടെ. അപ്പം എൻ്റെ ഒരു ചേച്ചീനെ പോലെ തന്നെയാണ്. എനിക്ക് എന്ത് വിഷമം വന്നാലും ഫസ്റ്റ് വിളിക്കാൻ പറ്റിയ ഒരാളാണ് ചേച്ചി. നമുക്ക് എന്ത് വിഷമം വന്നാലും ഇപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ വൈകിട്ടൊക്കെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഒരു കൂടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഓരോരുത്തരുടെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറയും, ഓരോരുത്തരെ പറ്റിയിട്ട് പറയാൻ പറയും. അപ്പോൾ ചേച്ചി ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേച്ചി എന്നെ പറ്റി പറഞ്ഞ് ഇവള് ആരെങ്കിലും കൊന്നിട്ട് വന്നാൽ പോലും ഞാൻ ഇവളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ കൂടെ നിൽക്കും ചേച്ചി. അത് ചേച്ചിക്ക് ഒരു പ്രശ്നം വന്നാൽ ഞാനും നിൽക്കും കൂടെ. അത്രക്കും ഞങ്ങൾ ഭയങ്കര ബോണ്ടിങ്. ചേച്ചി കുറച്ച് ഇമോഷണൽ ആയി തോന്നണല്ലേ മഞ്ജു ചേച്ചി പറ്റി പറയുമ്പോൾ? ഓക്കെ, എങ്കിൽ നമുക്ക് ഇപ്പോൾ മഞ്ജു ചേച്ചിയെ വിളിച്ചിട്ട് നമുക്ക് ചെറിയൊരു പ്രാങ്ക് കൊടുത്താലോ? വിളിച്ചാ ഫോൺ എടുക്കുമോന്നറിയില്ല, വിളിച്ചു നോക്കാം. നമുക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് നമുക്കൊന്ന് കറക്കാം. എന്ത് പറയും? രഹസ്യം, മഞ്ജു ചേച്ചിയുടെ രഹസ്യം ചോർത്തി പറയാം നമുക്ക്. റിയാസ്ക്കനെ വിളിച്ചത്, റിയാസ്ക്കനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാം. റിയാസ്ക്ക ആകുമ്പോൾ കുഴപ്പമില്ല, പറഞ്ഞു നിൽക്കാം. എന്താടി എന്ന് ചോദിക്കും, എന്താണ് നീയൊക്കെ എന്നെ പറ്റി ചോദിച്ചതെന്ന് ചോദിക്കും. അപ്പൊ റിയാസ്ക്കാണെ പറയും ചുമ്മാ പറഞ്ഞ റിയാസ് ഷൂട്ടിലാന്ന് തോന്നി എടുക്കൂല്ല നമുക്ക് വേറെ. ചേച്ചി ഷൂട്ടിലാണെങ്കിൽ എടുക്കൂല. അനീഷേട്ടനായിട്ടുള്ളൊരു ബോണ്ടിങ് എങ്ങനെയാ ചേച്ചിയുടെ? അനീഷേട്ടൻ ഞാൻ ഒന്നിച്ചല്ലേ അളിയൻസിൽ വന്നത്. ഞങ്ങൾക്ക് പകരം വേറെ രണ്ടുപേരായിരുന്നു അമൃതയിലായിരുന്ന സമയത്ത്. അപ്പം ഞങ്ങൾ ഒന്നിച്ചൊരു ദിവസം വന്ന ആളുകളാണ്. അനീഷേട്ടൻ ഒരുപാട് ടിപ്സ് ഒക്കെ പറഞ്ഞു തരും നമുക്ക് അഭിനയിക്കുന്ന സമയത്തും അല്ലാതെ. ഞാൻ ഒട്ടും സ്കിന്നൊന്നും അങ്ങനെ നോക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അനീഷേട്ടനാണ് എപ്പോഴും പറഞ്ഞത് അത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ചിലപ്പോൾ സ്പീഡിലൊക്കെ അങ്ങ് പറഞ്ഞു തീർക്കും. എനിക്കുള്ളതെല്ലാം പറഞ്ഞു തീർത്തിട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ പറയും. അങ്ങനെയല്ല, നീ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള അങ്ങനെയൊക്കെ തുടക്ക സമയത്ത്. അപ്പം നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഈ സ്കിറ്റ് അല്ലേ ചെയ്യുന്നത്. സ്കിറ്റ് പടപടാന്നിങ്ങനെ പോവുമല്ലോ, സ്റ്റേജിലും ടി വിയിലൊക്കെ ഷോസിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയല്ല, നീ എനിക്ക് സമയം തരണം, അങ്ങനെ ഇങ്ങനെ പറയും. അങ്ങനെ അനീഷേട്ടനും റിയാസൊക്കെയും എല്ലാവരും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് എനിക്കൊരു കുട്ടി ഗെയിം റൗണ്ടിലോട്ട് പോവാം. അളിയൻസ് ടീമിൻ്റെ കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പറയും, എല്ലാവരുടെയും പേര് ഞാൻ പറയും. ചേച്ചി അവരിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനെ അവരിൽ ഏറ്റവും ചേച്ചിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയണം. നമുക്ക് ആദ്യം സേതുലക്ഷ്മി അമ്മ. അമ്മ ഭയങ്കര ഒരു വലിയ പുസ്തകമാണ്, എല്ലാം പഠിക്കേണ്ടതാ. കാരണം നമ്മള് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുന്നതല്ല, സംസാരിക്കുന്ന പോലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും മുഖത്ത് നോക്കി. ഈ കണ്ണിനൊക്കെ എന്തൊരു പവറാന്നറിയോ. ഒരു ഇമോഷണലായിട്ടുള്ള എന്തെങ്കിലും സീനൊക്കെ ആണെങ്കിൽ കണ്ണിങ്ങനെ തിളങ്ങും, കിടന്നും ഇങ്ങനെ ഭയങ്കരമായിട്ട് തിളങ്ങും. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതൊന്നും നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അമ്മയുടെ അഭിനയം ഒരു രക്ഷയില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവമാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ
കുട്ടി സ്വഭാവമാണ് നമ്മൾ. അങ്ങനെ സ്വഭാവമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് നമ്മളെ വഴക്ക് പറയും, ഞൊടിയിടയിൽ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കും. ഇങ്ങനത്തെ ടൈപ്പാണ്. ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ തല്ലു പിടിക്കുന്നത്, മഞ്ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് കുറച്ചു നേരം കഴിയുമ്പോൾ അവർ കൂട്ടാവും, എൻ്റെ അടുത്ത് മുഖം വീർപ്പിച്ച് നടക്കും. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ തനിയെ വരും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഓക്കെ. റിയാസക്ക പാവം. റിയാസക്ക സെറ്റിലുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. സെറ്റ് ഫുള്ള് ഹാപ്പി. റിയാസക്ക ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ, ഞാനും മഞ്ചേച്ചി റിയാസ്ക്കൊക്കെ കൂടെ രാജ് സാറെല്ലാം കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ ഇതൊക്കെ പറഞ്ഞ്. പിന്നെ റിയാസ്ക്ക ഉള്ള സീനിലും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് അഭിനയിക്കാനായിട്ട്. കൂടെ നിൽക്കുമ്പോഴാണേലും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ റിയാസ്ക്ക നമുക്കിങ്ങനെ പറഞ്ഞൊക്കെ തരും, നീ എന്താ അത് അങ്ങനെ ഒന്ന് പറയാഞ്ഞത് എന്നൊക്കെ പറയും. റിയാസ്ക്ക പിന്നെ പെട്ടെന്ന് വരും. റിയാസ്ക്കൊക്കെ കോമഡിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അത് വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വരുന്നെന്ന് ചിന്തിക്കും. മുഖത്തുള്ള എക്സ്പ്രഷനൊക്കെ മാറുമ്പം അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിക്കും. നമുക്കറിയാലോ ഏറ്റവും പാട് ചിരിപ്പിക്കാനാണ്. ഇപ്പൊ ഈ കോമഡി ചെയ്യുമ്പോഴത്തേക്ക് വർക്ക്ഔട്ട് ആവുമെന്ന് ചേച്ചിക്ക് ആദ്യം ഈ കോമഡി എന്ന് പറഞ്ഞൊരു സംഭവം വന്നപ്പോൾ എങ്ങനെയായിരുന്നു? അത് ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ടി വിയിലും അല്ലെങ്കിൽ ഇവിടെ അളിയൻസിലൊക്കെ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടൊക്കെ ചെയ്യുന്ന പല സീനുകളുണ്ട്, അല്ലെങ്കിൽ സ്കിറ്റുകളുണ്ട്. അതൊക്കെ സ്റ്റേജിൽ വരുമ്പോൾ ഫ്ലോപ്പ് ആവും. പക്ഷെ ഇത് എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റാകും. ചിലപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് റിഹേഴ്സൽ സമയത്തൊക്കെ നമ്മൾ ചിരിച്ചെടുക്കുന്നതൊക്കെ സ്റ്റേജിൽ ഒട്ടും വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്തതൊക്കെ ആയിരിക്കും നന്നായി വരുന്നത്. അത് ഇവിടെ അതുപോലെ തന്നെ പല സമയത്തും ഞങ്ങൾ അഭിനയിക്കാതെ ചിരിച്ച് ഞാനും മഞ്ചേച്ചിയും കൂടെ ഇരിക്കും. റിയാസൊക്കെ ഉള്ള സീനുകൾ ഞങ്ങൾ എപ്പോഴും ചിരിയായിരിക്കും. കാരണം റിയാസ്ക്കയുടെ ഫേസൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അപ്പോൾ ഞങ്ങളിങ്ങനെ റിയാസ്ക്കോട് പറയും, ഇതേ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കരുത്, തിരിഞ്ഞു തോന്നണമെന്ന് പറയും. ഞാനും ചേച്ചി കൂടെ പറയും, ഇതേ തിരിഞ്ഞിക്ക് ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കരുതെന്ന് പറയും. നോക്കിയാൽ നമ്മൾ ചിരിക്കും. അപ്പം ക്രൂവിലുള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കും, നമ്മൾ മാത്രം ഭയങ്കര ചിരി. അപ്പം ഞങ്ങൾ പറയും, നമ്മൾ മാത്രമേ ചിരിക്കുന്നുള്ളൂ, ബാക്കി ആരും ചിരിക്കുന്നില്ല. അങ്ങനെ ചിലപ്പം നമ്മൾ ചിന്തിക്കാത്ത എപ്പിസോഡുകളൊക്കെ ഗംഭീരമായിട്ട് വരും. ഓക്കെ. അടുത്ത ആള് റൊണാൾഡ്. അഭിലാഷേട്ടൻ ഇപ്പം അടുത്ത കാലത്താണ് വന്നു തുടങ്ങിയത്. പക്ഷെ എപ്പോഴും അളിയൻസിൽ വേറെ ആരും വരുന്നത് ഓഡിയൻസിന് ഇഷ്ടമല്ല, അവർക്ക് ഈ ഞങ്ങൾ മാത്രം. പക്ഷെ അഭിലാഷേട്ടനെ മാത്രമാണ് ഓഡിയൻസ് അത്രത്തോളം സ്വീകരിച്ചത്. അഭിലാഷേട്ടനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അഭിലാഷേട്ടൻ്റെ ആക്ടിങ്ങും പെട്ടെന്ന് ആളുകളെ കയ്യിൽ എടുക്കാൻ പറ്റിയൊരു ആക്ടിങ് സ്റ്റൈലുമായിരുന്നു. അഭിലാഷേട്ടൻ്റെ രൂപവും എല്ലാം കൊണ്ട് അഭിലാഷേട്ടൻ പെട്ടെന്ന് എല്ലാവരും ഇപ്പം ആര് വന്നാലും റൊണാൾഡോ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അത്രത്തോളം. അതുപോലെ തന്നെ ഞാനും ഇപ്പൊ റൊണാൾഡോ എന്ന് പറഞ്ഞ അഭിലാഷ് എന്നാണ് ശരിക്കും പേര്. അപ്പൊ അഭിലാഷേട്ടന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഞങ്ങള് വീട്ടിൽ നിന്ന് എപ്പോഴും അച്ചാറും അതൊക്കെ പാവം എപ്പോഴും കറിയൊക്കെ പാവം വൈഫ് എപ്പോഴും കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ ഞങ്ങൾ 10 ദിവസമൊക്കെ ആകുമ്പോൾ ലൊക്കേഷൻ ഫുഡൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അഭിലാഷേട്ടൻ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പൊതിച്ചോറൊക്കെ ആയിട്ടൊക്കെ വരും, ദൈവദൂതനെ പോലെ വരും. അഭിലാഷേട്ടനോട് ഭയങ്കര കമ്പനിയാണ്. പെട്ടെന്ന് നമ്മളുമായിട്ട് നമ്മുടെ ഫാമിലി പോലെയായി അഭിലാഷേട്ടന്. രശ്മി, റോസ്മേരി, നമ്മുടെ റൊണാൾഡിന്റെ ഭാര്യ. എനിക്ക് കൂടുതലും നമ്മുടെ ഫീൽഡിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല, എല്ലാവരോട്ടും ഞാൻ സ്നേഹമാണ്. പക്ഷെ ആരെയും ഇങ്ങനെ വിളിച്ച് അങ്ങനെയുള്ള കൂട്ടൊന്നും ആരുമായിട്ടും ഇല്ല. കാരണം നമ്മൾ ഓരോ സ്ഥലത്തല്ലേ ഇടാൻ പോകുന്നത്. ഇപ്പം അളിയൻസിൽ മാത്രമല്ലേ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ ഏതെങ്കിലും കോമഡി ഷോയ്ക്ക് പോകുമ്പോൾ മാത്രം കാണുന്നതല്ലേ. പക്ഷെ രശ്മിയുടെ ഫാമിലി, അനിലേട്ടൻ ഹസ്ബൻഡ്, ഞങ്ങൾ ഭയങ്കര അടുപ്പമാണ് രശ്മിയായിട്ട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രശ്മിക്ക് ആവശ്യമുണ്ടെങ്കിൽ രശ്മി വിളിക്കും, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. അല്ലെങ്കിൽ അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് മുമ്പ് തിരുവനന്തപുരത്തായിരുന്നു. അപ്പം ഞാൻ രശ്മിയുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അങ്ങനെ രശ്മിയായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പം അങ്ങനെയാണ് റോസ്മേരിയായിട്ട് രശ്മി അളിയൻസിൽ വന്നത്. അപ്പം നമുക്ക് മുമ്പേ അറിയുന്ന ഒരാളായതുകൊണ്ട് രശ്മി വന്നപ്പോൾ നമുക്കൊരു പ്രശ്നവും തോന്നിയില്ല. കാരണം നമുക്ക് അത്രയും അടുത്തറിയുന്ന ആളാണല്ലോ. രശ്മി ഇതുപോലെ തന്നെയാണ്. പെട്ടെന്ന് രശ്മി ഈ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് രശ്മിക്ക് പെട്ടെന്ന് കോമഡികൾ വരും. ഞാനൊന്നും അത്രയും കോമഡി പറയുന്ന ആളൊന്നുമില്ല. അവരൊക്കെ എന്താ എഴുതി വെച്ച് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക്
നല്ല സപ്പോർട്ട് ചെയ്യും, ഇപ്പോൾ ഉല്ലാസേട്ടനും അവരെയൊക്കെ. പക്ഷെ രശ്മിയൊന്നും അങ്ങനെയല്ല. രശ്മിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓഡിയൻസിന് ചിരി വരും. രശ്മിയുടെ ചില ആക്ടിങ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ അത്രയും നല്ല ടാലൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ അളിയൻസിൽ വരുമ്പോഴാണെങ്കിലും രശ്മി അതുകൊണ്ട് ഈസി ആയിട്ട് അഭിനയിക്കും. അതുകൊണ്ട് രശ്മിനെ എല്ലാവർക്കും ഓഡിയൻസിനൊക്കെ ഇഷ്ടമാണ്. പിന്നെ റൊണാൾഡിന്റെ വൈഫും കൂടെ ആയതുകൊണ്ട് റൊണാൾഡിനോടുള്ള ഇഷ്ടം രശ്മിയോട് റോസ്മേരിയോടും ഉണ്ട്. അടുത്തത് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചി അടുത്തുനിന്ന് കുറേ പഠിക്കാനുണ്ട്. കാരണം ഞാൻ ചോദിക്കും, ഞങ്ങൾ കരയുന്ന സീനാണെങ്കിൽ ചേച്ചിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും. അപ്പം ഞാൻ ചോദിക്കും, ചേച്ചി ഇത് എങ്ങനെ ഇത്രയും പെട്ടെന്ന് കരയുന്നത്? ഞാൻ എന്തൊക്കെ കാര്യം ആലോചിച്ചാലും എനിക്ക് കണ്ണുനീര് വരത്തില്ലല്ലോ എന്ന് പറയും. ചേച്ചി പറഞ്ഞാൽ ചേച്ചിക്ക് എങ്ങനെയോ ഒരു പൊസിഷനിൽ കണ്ണ് വെക്കുമ്പോൾ കണ്ണുനീര് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്നാണ് എല്ലാ എക്സ്പ്രഷനുകളും ഇങ്ങനെ വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചേച്ചി കോമഡി ചെയ്യത്തില്ലെന്ന്. ചേച്ചി കോമഡി ചെയ്യുന്ന എന്ത് രസമായിട്ട് ചെയ്യുമെന്നറിയും. ഏത് സീനാണെങ്കിലും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ചേച്ചിയുടെ അഭിനയം ഇങ്ങനെ നോക്കി നിന്നു പോകും. ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് അഭിനയിക്കുന്നത് മാത്രം അല്ല, ആക്ടിവിറ്റിയും കൂടെ ചെയ്യും ചേച്ചി. ഇപ്പം സീനിൽ ഇപ്പം നമ്മളവിടെ ഇരിക്കുന്ന സീനിലാണെങ്കിൽ കൂടി, ഇപ്പം വീടിൻ്റെ അകത്ത് തന്നെ ആണെങ്കിലും ചേച്ചി ആ സമയത്ത് എടാ ഒരു തുണി എടുത്തോണ്ട് താടാ ആർട്ടിലെ പിള്ളേരോട് പറയും. അപ്പം ചിലപ്പോൾ ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് തയ്ച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ഡയലോഗോടുകൂടി ആക്ടിവിറ്റിയും കൂടെ ചെയ്യും. മനസ്സിലായി? അതൊക്കെ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ ഒരു നമ്മുടെയൊക്കെ എന്താണോ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് അതെവിടെയെങ്കിലും അവിടെ ഇരുന്ന് പറഞ്ഞോ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് ചിലപ്പോൾ ഇങ്ങനെ പറയും. ചേച്ചിയാണെങ്കിൽ അവിടെ ചിലപ്പം ഒരു എന്തെങ്കിലും ഒരു നരിഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചിയിൽ ഇങ്ങനെ നൂല് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് ആ സീനിനെ നാച്ചുറൽ ആക്കും. അതൊക്കെ ഞാൻ ചേച്ചി എടുത്ത് നട്ടാ പഠിച്ചത്. അപ്പം ചേച്ചി എനിക്കും അത് പറഞ്ഞു തരും. നീ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാതെ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഷർട്ട് ഇടുക, ഷർട്ട് മടക്കുക, അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുക, കൊച്ചുങ്ങളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അതുകൂടെ പറയും. അപ്പൊ നമ്മൾ ആ വീട്ടിലത്തെ ആളായിട്ട് നമ്മൾ അങ്ങനെ നിന്ന് ചെയ്യും. നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ തൂത്തോണ്ടായിരിക്കത്തില്ല നമ്മൾ മക്കളോട് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയൊക്കെ ചേച്ചി എടുത്തുനിന്നാണ് ഞാൻ പഠിച്ചത്. ഒക്കെ ചേച്ചി പറഞ്ഞു തരുന്നതാണ്. ചേച്ചിയെ പറ്റി പറയുമ്പോ ചേച്ചിക്ക് 100 നാവാണല്ലോ. ആണ്. ഞാനതിങ്ങനെ ചേച്ചിയില്ല, ചേച്ചി മാത്രമല്ല കേട്ടോ, ചേച്ചിയുടെ അമ്മച്ചിയും പപ്പയും ഭരണാച്ചനും എല്ലാവരും അവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മച്ചിയായിരിക്കും നമ്മളെ കൊണ്ട് ഇവൻ എൻ്റെ മോനും ഒക്കെ ഉണ്ടെങ്കിൽ അവന് വൈകിട്ട് കഴിക്കാനുള്ള സ്നാക്സ് വരെ അമ്മച്ചി തന്നുവിടും. ഞാൻ ഇവനെ കൊണ്ട് ലൊക്കേഷനിൽ പോവാണേ. അങ്ങനെയാണ് നമ്മുടെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മളെ നോക്കും. നമ്മൾ ഈ ഇന്റർവ്യൂവിൽ കുറേ നേരമായിട്ട് ഒരു കുട്ടി താരത്തിനെ പറ്റി പറയുന്നുണ്ടല്ലേ, ഡിസ്കഷൻസ്. ആളിവിടെ സൈഡിൽ ഇരിപ്പുണ്ട്, നമ്മൾ കാണണേ ഒന്ന് ഓൺ ഫ്രെയിമിലേക്ക് വിളിക്കാം. കമോൺ. ഓക്കെ, അപ്പൊ ഇതാണ് ചേച്ചിയുടെ എല്ലാം സ്വർഗം. ആ എല്ലാം നമ്മൾ ഈ ഇന്റർവ്യൂവിൽ തന്നെ എത്ര വട്ടം വന്നു പോയല്ലേ ആള്. എന്താ പേര്? പാർത്ഥ്. ഓക്കെ, ഇപ്പം ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? ടയേർഡ് ആണോ? കുറച്ച്. മഞ്ജു ചേച്ചിയൊക്കെ ഭയങ്കര കൂട്ടാ. ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്താ മഞ്ജു ആന്റിനെ പോലെ ആവാത്തതെന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കും. മഞ്ജു ആന്റി ഭയങ്കര ചില്ലാണ്, അമ്മ എന്താ അങ്ങനെയൊക്കെ ആവാത്തത് എന്നൊക്കെ ചോദിക്കും. സ്വന്തം അമ്മമാരാകുമ്പോ ഇത്തിരി സ്ട്രിക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് കുട്ടിയാ തോന്നണു അല്ലേ? ഇവിടെ നമ്മൾ ഇരിക്കുന്ന കാണുമ്പോഴും ഇവന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. 15 ദിവസം ഇവനെ ഇപ്പൊ എത്ര വർഷമായിട്ട് നമ്മൾ ഇട്ടിട്ട് പോവുകയാണ്. അപ്പൊ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് അമ്മേനെ കാണാതെ കരയൊക്കെ ചെയ്യും. ഇപ്പൊ പിന്നെ ഇന്നലെ പറഞ്ഞ് 15-ാം തീയതി ആവാറായല്ലോ, അമ്മ പോവാറായല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അമ്മയായിട്ട് ഭയങ്കര കൂട്ടാണോ? ഏറ്റവും ഇഷ്ടം ആരെയാ? അമ്മീന്നാ വിളിക്കുന്ന. അമ്മീനെ അപ്പൂപ്പനെ കഴിഞ്ഞിട്ടേ ഉള്ളവന് ഞാൻ പോലും. അമ്മ മിസ് ചെയ്യാറുണ്ടോ പോകുമ്പോ? ഷൂട്ടിന് പോകുമ്പോ മിസ് ചെയ്യാറുണ്ട്. എന്താ വലുതാകുമ്പോ എന്താവണമെന്ന് ആഗ്രഹം? ഡോക്ടറോ അല്ലെങ്കിൽ ഫുട്ബോളറോ? ഓക്കെ, ഫുട്ബോളിനോട് ഭയങ്കര താല്പര്യം. ഫുട്ബോൾ തന്നെയാണ്, ബോൾ വാങ്ങിക്കലേ ഉള്ളു എനിക്ക് പരിപാടി. അഭിനയിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാ. സെറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഡയറക്ടറോട് പറഞ്ഞൂടെ എനിക്കും കൂടെ ഒരു റോളൊക്കെ താ, ഞാനും ചെയ്യാന്നൊക്കെ? അതൊക്കെ ചോദിക്കും. രാജ് സാറിനോട് ചോദിക്കും, എന്നെ ഒരു സീനിൽ അഭിനയിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ കോമഡി മാസ്റ്റേഴ്സിൽ വരുമ്പോൾ അവിടെ എഴുതുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിനോട് അമ്മ എന്നെ ഒരു ഡയലോഗ് ഉള്ളത് മതി എന്ന് പറയും. വെറുതെ നിൽക്കാനാണെങ്കിൽ ഞാനില്ല, ഡയലോഗ് ഉള്ളത് വേണമെന്ന് പറയും. പിന്നെ അവൻ ആരൊക്കെയാണെങ്കിലും അവന്റെ അമ്മ ഏറ്റവും വലുത്. ആരൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞാലും അമ്മയാ സൂപ്പറാ,
അമ്മ സൂപ്പറാ കണ്ട. അപ്പൊ ഈ ചിലപ്പോ ഇങ്ങനെ കമന്റ് ഒക്കെ വായിക്കും. അപ്പൊ ലില്ലി ലില്ലി സൂപ്പർ കുറേ ഉണ്ടമ്മ അവനും എല്ലാം അവന്റെ അമ്മയാ. ഭയങ്കര ഇഷ്ടമാണല്ലേ ഇങ്ങനെ അമ്മ അടിപൊളിയാന്ന് പറയാൻ ഭയങ്കര താല്പര്യമല്ലേ? എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ അമ്മയുടെ അഭിനയം ടി വിയിൽ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ടോ? ആ എന്ത് ചോദിക്കുന്നേ? നന്നായിട്ട് അഭിനയിക്കും. എങ്ങനെ ഏതെങ്കിലും ഈ ഇന്റർവ്യൂലൊക്കെ വന്നാൽ നിന്റെ അമ്മ ഇന്റർവ്യൂലുണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യും. അത് ഭയങ്കര പ്രൗഡാണ്. ആണ്. അതൊന്നും കാണിക്കത്തൊന്നുമില്ല. സ്കൂളിലൊക്കെ ചെന്നാൽ ചില പിള്ളേരൊക്കെ കൂടി വരും, ആന്റി മറ്റേ അളിയൻസിലൊക്കെ ഉള്ളല്ലേ എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പൊ ഇവൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാതൊക്കെ പോകും. ഞാൻ ഇങ്ങനെ പോണ. ഓക്കെ ചേച്ചി, അപ്പോൾ നമ്മൾ കുറേ നേരമായി ഇങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ വന്നതിലും മോനെയും ചേച്ചിയും ഒരുമിച്ച് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ചേച്ചി എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളുടെ കൗമുദി ഫാമിലിന്ന് തന്നെ നിങ്ങൾ ഇവിടെ ഇത്രയും വരെ വന്ന് ഇന്റർവ്യൂ എടുത്തതിലൊക്കെ എല്ലാത്തിനും ഒരുപാട് 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 നന്ദി. താങ്ക് യു. താങ്ക് യു.